ലെറ്റേഴ്സിന്റെ സൗണ്ട് ആൽഫബറ്റ്സിൽ ഫസ്റ്റ് ലെറ്റർ ഏതാ മക്കളെ? ഏതാ? ഉം, ഉം, ഉം. ബിസി ബാക്കോട്ടാ ആ നക്കി. ഓക്കെ അതായത് ചിലര് എ പറഞ്ഞു, ചിലര് എ പറഞ്ഞു, മറ്റു ചിലർ ആ പറഞ്ഞു. ഓക്കെ ശരി. അതായത് ശരിക്കും ലെറ്ററിന് ഒരു പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഓരോ ലെറ്റേഴ്സിനും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അതിന് എ എ എന്നൊന്നും അല്ല. എങ്ങനെയാ? ഏയ് പറഞ്ഞേ. ഏയ് എന്റെ സൗണ്ട് പറഞ്ഞേ. കൊള്ളാം. ഓക്കെ അത് കറക്റ്റാ. ചിലര് ആന്ന് പറയും, ഒരിക്കലും ആ അല്ല. ആന്റെ സൗണ്ട് സോറി ലെറ്റർ ഏതാ? ആ എന്ന സൗണ്ട് വരുന്ന ലെറ്റർ ഏതാ? ഓക്കെ കറക്റ്റ്. ആരുടെയോ ഉണ്ടല്ലോ. എനിക്കൊരു മാതിരി ഈ മലയുടെ മോൾ എന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നാമത് കുറെ ആൾക്കാര് ഇങ്ങനെ കൊള്ളാം. ഉണ്ടോ? എന്താണ് പോയോ? ഹലോ ഹലോ മാം. ഹലോ. യെസ് മാം. ഓക്കെ. ഇടയ്ക്ക് കട്ടാന്നുണ്ടെങ്കിൽ പറയണോ കേട്ടാ. ഓക്കെ ഫൈൻ. അപ്പൊ ഇങ്ങനെ ഓരോ ലെറ്ററിനും എന്തുണ്ട് ഒരു മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ. ഒന്ന് ലെറ്റർ പ്രൊനൗൺസിയേഷൻ, ലെറ്റർ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നുണ്ട്. അയ്യോ സ്റ്റക്ക് ആണല്ലോ. ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് നോക്കാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് മാം ക്ലിയർ ആണ്. അയ്യോ മിസ്സിനെ കാണുന്നില്ല. മിസ് ഓൺ ചെയ്യാതെ ആണ് ക്ലാസ്സിൽ ഇരിക്കണേന്നൊന്നും പോയി പറഞ്ഞേക്കരുത് ട്ടോ. ആരോ 2-3 ആൾക്കാർ പോയി പറഞ്ഞു. ശരി. മിസ് എന്താ വീഡിയോ ഓൺ ആക്കാത്തറിയോ? നിങ്ങളെല്ലാം എന്നെ കണ്ടോണ്ടിട്ടുണ്ടെങ്കിലോ? എന്നെ തള്ളാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. എനിവേ ഫൈൻ. അപ്പൊ ഒരു ലെറ്ററിന് 3 കാര്യങ്ങളാ കാര്യമായിട്ടുള്ളത്. നമ്പർ 1 ലെറ്റർ പ്രൊനൗൺസിയേഷൻ. എന്താ? ഓക്കെ അതെങ്ങനെയായിരിക്കണം? എ ബി സി ഡി എന്നൊന്നും പറയരുത്. ഡി എന്നൊന്നും പറയരുത്. ഡി ഇ എഫ് ജി എച്ച്. ഇപ്പൊ എല്ലാരും മ്യൂട്ടാക്കിക്കോ. ഒന്നുമില്ല പോട്ടെ. അതായത് ഓക്കെ എച്ച് ഐ ജെ കെ എൽ എം എൻ അ പി ക്യു ആർ. ആണ്. ആറ് എന്ന് പറഞ്ഞ ലെറ്റർ ഇല്ല. എന്തില്ല? ചിലണ്ട് 6. എന്താ 6? ആറില്ല. ആൾ ആൾ എസ് ടി. ടി എന്ന് പറയരുത്. ടി എന്നൊക്കെ പണ്ട്. ടി ടി യു വി ഡബ്ല്യു. ഓക്കെ ഡബ്ല്യു സ്പീഡിൽ പറയുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ മെയിൻ ശരിക്കും പറയുമ്പോൾ എങ്ങനെയാണ്? ഡബ്ല്യു. ഓക്കെ ഡബ്ല്യു എക്സ് വൈ ആൻഡ് സി. ഓക്കെ സെഡ് ഉണ്ട്, ഇപ്പോഴും ഇല്ലാണ്ടൊന്നുമില്ല. അതൊരു മോഡേണിലേക്ക് വന്നപ്പോ സി ആയിരുന്നേ ഉള്ളൂ കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല. സെഡ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനിയാണ് കളി. അല്ലെ? രണ്ടാമത്തെ ആള് ആരാ? സൗണ്ടിന് എന്താ പറയാ? ഫോണറ്റിക് ഫോണറ്റിക് എന്ന് പറയും. ഫോണിക് സൗണ്ട് എന്ന് പറയും. നമ്മൾ പറയുമ്പോ 5 വയസ്സിനുള്ളിൽ ഒരു കുട്ടിക്ക് ഈ പറയുന്ന 3 കാര്യങ്ങൾ റെഡി ആയിരിക്കണം. അപ്പൊ എന്താ ഇതിന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിക് അവയർനെസ്, ഫോണറ്റിക് അവയർനെസ് എന്ന് പറയും. ഫോണറ്റിക് അവയർനെസ് അല്ലെങ്കിൽ ഫോണിക് അവയർനെസ്. ഫോണറ്റിക് എന്ന് പറയാം. ഫോണറ്റിക് അവയർനെസ് എന്നാണ് പറയാ. ഈ സാധനം ആർക്ക് വേണം? 5 വയസ്സിനുള്ളില് ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കണം. കണ്ടുപിടിച്ചു. ഹംഷീന ഓണാക്കുമ്പോഴാണ് ഈ പ്രശ്നം.
ഹംഷിനൊന്ന് ഉണക്കേ. ഹംഷിന, യെസ്. ഇതാണ്. ഇനി ഹംഷിനെ ഓണാക്കരുതിട്ടാ. ഇനി അവിടെ അടങ്ങിയിരിക്കും. ഓക്കെ, ബൈ. അപ്പൊ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലെറ്ററിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോണറ്റിക് അവയർനെസ്. ഇതില്ലെങ്കിൽ ഒരു കുട്ടിക്ക് റീഡിങ് ഓക്കെ ആവില്ല, റൈറ്റിംഗ് ഓക്കെ ആവില്ല, ഒന്നുമേ ഓക്കെ ആവില്ല. ഈ ഫോണറ്റിക് അവയർനെസ് വെച്ചിട്ട് ലെറ്റേഴ്സിന്റെ സൗണ്ട് വെച്ച് ഡീകോഡിങ് ചെയ്തിട്ടാണ് ഒരു വേർഡ് ഉണ്ടാകുന്നത്. CAT എന്തായിരിക്കും? കാറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ വെരി ഗുഡ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ടെൻഷൻ, അല്ലോ തെറ്റി അല്ലേ? ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട, ശരിയാ. അതായത് ഞാൻ കുറച്ച് ലെറ്റേഴ്സ് പറയും, പെട്ടെന്ന് ചടപടയുന്ന സൗണ്ട്സ് പറയണോട്ടാ. ഓക്കെ, ഹംഷിന മിണ്ടരുത്, ഹംഷിന അടങ്ങിയിരുന്നോളൂ. ഓക്കെ, തമാശക്കാണ് കേട്ടോ. ശരി, അതായത് കേട്ടോ. ഓക്കെ, എഫിന്റെ സൗണ്ട് പറഞ്ഞ പെട്ടെന്ന്. ഇഫ്. എന്ന് പറയണം. സൈലന്റ് മോഡിൽ പറയുള്ളൂ. ഓക്കെ, ഗ്രേറ്റ്. അടുത്തത് ഈയുടെ സൗണ്ട് എന്താ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എമ്മിന്റെ സൗണ്ട് എന്താ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, എന്റെ കണ്ണ്. വെരി ഗുഡ്. എസ്. വേറെന്ത് വരുന്നുണ്ടോ? ഓക്കെ, 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 വെരി ഗുഡ്. നെക്സ്റ്റ് വിയുടെ സൗണ്ട്. അടുത്തത് ഡബ്ല്യു. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, വെരി ഗുഡ്. എക്സിന്റെ സൗണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എല്ലിന്റെ സൗണ്ട്. ാണോ ലാണോ പറയൂ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, എഫിന്റെ സൗണ്ട് ഫ, ഫ, ഫ്, ഫ് എന്ന് പറഞ്ഞു. മക്കളെ ആരെയോ കൊച്ചടുത്തുള്ളവരൊക്കെ മ്യൂട്ട് ചെയ്യും. എനിവേ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിന്റെ സൗണ്ടിന് പറയുമ്പോ നമ്മൾ ആ ഒരു മെത്തേഡിന് പറയുന്നത് ലിപ് കട്ട് മെത്തേഡ് എന്നാ. ലിപ്പ്. ഓക്കെ, ജസ്റ്റ് ഇനി പുറത്തേക്കൊന്ന് ഓതിയേ. കേക്കൂല എന്നാണ് എഫിന്റെ സൗണ്ട്. ഓക്കെ, ഓക്കെ, ഇതാണ് എഫിന്റെ സൗണ്ട്. ഓക്കെ, അതില് കറക്റ്റ് ആക്കി. നെക്സ്റ്റ്, കറക്റ്റ് ആക്കിയില്ല, ഞാൻ കറക്റ്റ് ആക്കി തന്ന്. ഓക്കെ, അടുത്തത് നിങ്ങളടുത്ത് ചോദിച്ചത് എം ആയിരുന്നു. എന്ന് പറഞ്ഞാലുണ്ട്, എം എന്ന് പറഞ്ഞാലുണ്ട്, എന്ന് പറഞ്ഞാലുണ്ട്. ഓക്കെ, പക്ഷെ കറക്റ്റ് പറഞ്ഞ ആളുണ്ട് അതില്. മെജോറിറ്റി ആൾക്കാരും കറക്റ്റ് പറഞ്ഞു. എന്താ? വെരി ഗുഡ്. ഇനി അടുത്ത ചോദിച്ചത് എൻ ആണ്. അതും മെജോറിറ്റി ആൾക്കാർ കറക്റ്റ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ ചോദിച്ചത് വി. അത് രണ്ടും നിങ്ങൾ കോമഡി ആക്കി കളഞ്ഞു. ഓക്കെ, ചിലര് വ എന്ന് പറഞ്ഞു, ചിലര് വ, ചിലര് വ് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം തെറ്റാ. ഇവിടെ നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ ഇറങ്ങി വരണം. ആരാത്? ലിപ് കട്ട്. ഒരു ബസിങ് സൗണ്ട് ആണ് അവിടെ വരേണ്ടത്. ഏതാ? കാണിച്ചേ.
എന്ന് പറയില്ലേ? തെറ്റിക്കോ? ശരിയാക്കി തരുമ്പോൾ തെറ്റിക്കുവാണോ? ഒരു 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 വൈബ്രേഷൻ ലൈക്ക് ആ ഒരു ഇതല്ലേ ആ സൗണ്ടാണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് സൗണ്ട്. വൈബ്രേഷൻ കറക്റ്റ്. അതാണ് ഹന്നയുടെ മോള് കറക്റ്റ് കാണിച്ചു നിങ്ങൾക്ക്. ഓക്കെ ശരി. ഓക്കെ ഇനി അപ്പൊ ഡബ്ല്യു എന്താണ്? ഡബ്ല്യു നിങ്ങൾ പലരും സെയിം പറഞ്ഞു. പിന്നെ എന്തിനാ 2 ലെറ്റർ? ഓക്കെ ഡബ്ല്യുന്റെ സൗണ്ട് വന്നിട്ട് എന്താന്ന് വെച്ചാ കുറച്ച് വായിലൊന്ന് വയറ് നിറച്ചിട്ട് വ വ വ. അതായത് ഇപ്പൊ ഡബ്ല്യു സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് പറ. വാട്ടർമെലൺ. അത് വാട്ടർമെലൺ എന്ന് ആരെങ്കിലും പറയൂ? വാട്ടർമെലൺ നല്ല മലയാളികൾ പറയും. മലയാളികളൊക്കെ പറയും. അതായത് വാട്ടർമെലൺ വാട്ടർമെലൺ. വിൻഡോ വിൻഡോ. ഓക്കെ വാച്ച്. ഓക്കെ വെൽ വെൽ. ഓക്കെ ആ ഒരു കറക്റ്റ് സൗണ്ട് വരണം. അപ്പൊ നമ്മള് പിന്നെ S1 ഇതാണ് ലൈക്ക് സ്നേക്കിന്റെ സൗണ്ട്. ഓക്കെ ഇതാണ് എസിന്റെ സൗണ്ട്. എല്ലിന്റെ സൗണ്ട് ഓക്കെ. അപ്പൊ വെരി ഗുഡ് ബേബി വെരി ഗുഡ്. ഓക്കെ അപ്പൊ അങ്ങനെയാണ് സൗണ്ട്സ്. സൗണ്ട്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് സൗണ്ട്സ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മൊത്തം തെറ്റും. ഒരു സ്റ്റേജ് വരെ കുട്ടി റീഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യും. ഒരു സ്റ്റേജ് വരെ കുട്ടി പഠിക്കാനും ബുദ്ധിമുട്ട്. പിന്നെ കുട്ടി പഠിക്കും. ഒരു ടൈം ആകുമ്പോഴേക്ക് പഠിക്കും. പക്ഷെ അത്രയും ഉള്ള കാലം കുട്ടിക്ക് സ്ട്രഗ്ലിംഗ് ആ. ഓക്കെ ചില കുട്ടികൾ റെഡി ആവില്ല. അങ്ങനെ തന്നെ കഷ്ടപ്പെടും. അപ്പൊ ഈ സൗണ്ട്സ് വെച്ചിട്ട് വായിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് റീഡിങ്ങിൽ റെഡി ആകും, റൈറ്റിംഗിൽ ഓക്കെ ആകും. ദെൻ ഡിറ്റേഷനൊക്കെ നമുക്ക് പഠിപ്പിക്കേണ്ടി വരില്ല. വീട്ടിൽ നിന്ന് നോക്കണ്ട, കുട്ടി റെഡി ആയിട്ട് സെറ്റ് ആക്കും. ഓക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് സി എവിടെയൊക്കെ സ് എന്നാകുന്നു, എവിടെയൊക്കെ ക്ക് എന്നാകുന്നു. അതുപോലെ ഈ ക്ക് എന്ന് വരുന്ന സമയത്ത് എവിടെയൊക്കെ കെ പോണം, എവിടെയൊക്കെ സി പോണം. ലൈക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ തന്നെ എനിക്ക് ഈ കോഴ്സ് മൊത്തം നിങ്ങൾക്ക് അതാക്കി തരേണ്ടി വരും. ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചെടുത്ത ലെറ്റേഴ്സിന് മാത്രമായിട്ട് ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ എനിക്ക് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് മോള്. എങ്ങനെ ഇന്നൊരു സംശയം ചോദിച്ചിക്ക് ഓറഞ്ചിന് എന്താ ജി വരുന്നു? ജി ഗ അല്ലേ? അവിടെ Yeah. ജി അങ്ങനെ പല പല കാര്യങ്ങളും ഇംഗ്ലീഷിലുണ്ട്. പല ഇംഗ്ലീഷിന് തന്നെ ഒരു സൈക്കോളജി വേറെ സെറ്റ് ആക്കേണ്ടി വരും. അത്രയും പഠിക്കാനുണ്ട്. ജി വരുന്നത് ഗ വരുന്നത് പിന്നെന്തായിരുന്നു ഇപ്പൊ ഈ സിയും ക ഈ സ് ക വരുന്നത് ഏറ്റവും കുട്ടികൾക്ക് ഡൗട്ട് വരാ. അത് പിന്നെ ഈ എന്താണ് എങ്ങനെ ഉള്ളെന്നാവുന്നു ചോദിക്കുന്ന കുട്ടികളുണ്ട്. ലൈക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിനൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ ഇതിന്റെ സയൻസ് പഠിക്കാനുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ പറ്റുവാണെങ്കിൽ അതിന്റെ വീണ്ടും ഒന്നും കൂടി പറയാം മാം. വീണ്ടും സൗണ്ട് ഒന്നും കൂടി പറയാം. പല്ല് ലിപ് കട്ട് എന്നാ പറയാ. ലിപ് കട്ട് ചെയ്തിട്ട് എന്ന് പറയും. ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ സെറ്റ് ചെയ്ത് തരും. ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഒരാള് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്ന മീൻസ് കറക്റ്റ് സൗണ്ട്സ് പറഞ്ഞിരുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ അടുത്ത വർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കൊരു വീഡിയോ പ്രസന്റേഷൻ അയച്ചു തരണം. നിർബന്ധമായിട്ട് അയക്കണം. ഗ്രൂപ്പിൽ തന്നെ അയക്കണം. വൺസ് ആയിട്ട് തന്നെ അയക്കണം. കാരണം കുറെ ആൾക്കാർ ഗാലറി നിറച്ചിട്ട് പറഞ്ഞിട്ട് മിസ്സിനെയും കൊണ്ട് എന്ന് വന്ന് പരാതി കേൾപ്പിക്കരുത്. സോ വൺസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പ്രസന്റേഷൻ എവിടെ വിടണം? ഗ്രൂപ്പിൽ വിടണം. ഗ്രൂപ്പില് വിടണം. കാര്യമില്ല ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല. ശരി അപ്പോ അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് മക്കളെ ലെറ്ററിന്റെ നമ്മൾ ഇപ്പൊ ഡീകോഡിങ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫാൻ എന്നുള്ള ഒരു വേർഡ് കൊടുക്കുകയാണ്. ഫാൻ. ഓക്കെ ഫാൻ. ഈ ഫാൻ എന്ന് കൊടുക്കുമ്പോ FAN അല്ലെ? FAN അങ്ങനെ കൊടുക്കുമ്പോ ഈ കുട്ടിന്റെ അടുത്ത് നമ്മള് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ സൗണ്ട് പറയണമെങ്കിൽ ഫ ആ ന ന് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇത് ഡീകോഡിങ് ചെയ്താണ്. ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൗണ്ട്സ് വെച്ച് കണക്ട് ചെയ്യുന്നതിന് ഡീകോഡിങ് എന്ന് പറയാം കേട്ടാ. അപ്പൊ ഈ കുട്ടി ഇത് ഡീകോഡ് ചെയ്ത് വരുമ്പോ എന്താ വരാ? ഫ ആ ന നല്ലായിരിക്കും വരാ. ഫ ആ ന് എന്നൊക്കെ ആയിരിക്കും. ഇത് ഫാൻ ഫാൻ ആ രീതിയിലാണ് ഇത് വരേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ച ലിപ് കട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ കറക്റ്റ് കിട്ടും ഈ സാധനം.
മനസ്സിലായോ? ഓക്കെ, അപ്പോ ആ അടുത്തതാണ് ഒരു ലെറ്ററിന്റെ നെക്സ്റ്റ് മെയിൻ സാധനമാണ് കുട്ടികളെ. ഓക്കെ, അതായത് എന്തെങ്കിലും പറഞ്ഞേ. ആ അടുത്തതാണ് ലെറ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട അടുത്ത സംഭവമാണ് മക്കളെ ഗ്രാഫീം. ലെറ്റർ ഗ്രാഫീം. ഗ്രാഫീം പറയുമ്പോൾ നമുക്ക് കുറെ പറയാനുണ്ട്. അതായത് ഒരു കുട്ടി ലെറ്ററിലേക്ക് ഡയറക്റ്റ് പോവത്തില്ല. ഒരു കുട്ടി ലെറ്ററിലേക്ക് പോകുമ്പോ എന്തൊക്കെ സ്റ്റേജസ് കടന്നിട്ട് വേണം അവിടെ എത്താനായിട്ട്? പറഞ്ഞേ, പറ. സൗണ്ട്, പ്രൊനൗൺസിയേഷൻ, സൗണ്ട്. ഡയറക്റ്റ് നിങ്ങൾ എ എഴുതിപ്പിക്കുകയാണോ ചെയ്യാ? No. ഇല്ല. ഏ പറയുമ്പോ No. ഉറപ്പ് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞത് അല്ല, ഇത്രയും സമയം പറഞ്ഞത് കറക്റ്റ് ഒന്നും അല്ലല്ലോ. പിന്നെന്തിനാ ഇപ്പൊ ഒരു ചമ്മലൊക്കെ? ഉറക്കം പറഞ്ഞോ? Identify അത് ചെയ്ത ലിസൺ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. റൈറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വരും. ഡയറക്റ്റ് നിങ്ങൾ നേരെ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ഈ ഗ്രാഫീം എന്ന് പറയുന്നത്. ഒരു ലെറ്ററിനെ എഴുതുന്നതിനെയാണ് ഗ്രാഫീം എന്ന്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ വരക്കാലേക്ക് ആ സംഭവം നമ്മുടെ മൈൻഡിൽ വരുന്നില്ലേ? അപ്പൊ ഗ്രാഫീം, ഒരു ലെറ്ററിന്റെ ഗ്രാഫീം എന്ന് പറയാം. എ എന്ന് പറയുന്നതിന്റെ ഗ്രാഫീമാണ് അത് എഴുതുന്നത്. ഓക്കെ, എഴുതിയിട്ട് കാണുന്ന സംഭവം. അപ്പൊ ഈ ഒരു കുട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എ എഴുതി കൊണ്ടുവന്നിട്ട് മനസ്സിലായി ഇതിന്റെ കറക്റ്റ് ആണോ നോക്കിയെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അത് കറക്റ്റ് ആണോ അല്ലേന്ന് മനസ്സിലാവും. കറക്റ്റ് കുട്ടി എഴുതിയിട്ടുണ്ട്, കാണാൻ ഓക്കെയാണ്, എ ആണ്. പക്ഷെ അത് കറക്റ്റ് ആണെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തും? സ്ലാൻഡിംഗ് ലൈൻ ആണ്. ഡയറക്ഷൻ നോക്കാം. അവരെഴുതുന്ന ഫിഗർ Direction നോക്കി. ആണോ നോക്കാം. ഫിഗർ. ഡയറക്ഷൻ Okay. നോക്കും. ഡയറക്ഷൻ നോക്കും. ഓൾറെഡി കുട്ടി എഴുതിയിട്ട് വന്നതാണെങ്കിൽ ആ കുട്ടിനെ ഒന്നുകൂടി നിങ്ങൾ എഴുതിപ്പിക്കുക. നിങ്ങളുടെ ഫ്രണ്ടിൽ, നിങ്ങളുടെ പ്രസൻസിൽ എഴുതിപ്പിക്കുക. എഴുതിപ്പിക്കുമ്പോ അതിന് നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനത്തിന്റെ പേരാണ് ലെറ്റർ ഫോർമേഷൻ. ലെറ്റർ ഫോർമേഷൻ വേണം. ലെറ്റർ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? എവിടെ ഇത് സ്റ്റാർട്ട് എവിടെ ചെയ്യണം? നിന്ന് തുടങ്ങി? കറക്റ്റ്. എവിടുന്ന് തുടങ്ങി എവിടെ എത്തി? ഈ പെൻസിലിന്റെ മൂവ്മെന്റ്സ്, ലൈക്ക് ഈ ഫിംഗർ എങ്ങോട്ട് പോകുന്നു, ഈ സാധനം കറക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പൊ കോപ്പി ബുക്കിലൊക്കെ അതിന്റെ കറക്റ്റ് ഏറോ മാർക്ക് കൊടുക്കുന്നുണ്ട്. പണ്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളെ കോപ്പി ബുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ലെറ്ററിന് പറഞ്ഞ വർക്ക് ബുക്ക് ഉണ്ടാവില്ല, വർക്ക് ഷീറ്റ് എന്നോ, അതിലുണ്ടാവും എവിടുന്ന് തുടങ്ങി എങ്ങനെ നിർത്തണം എന്നുള്ളത്. ഇത് കറക്റ്റ് അല്ലാത്ത ഒരു കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് വരാൻ പറ്റത്തില്ല. എന്തൊക്കെയാണല്ലേ അതുകൊണ്ടാണ് ഈ സംഭവം. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിപ്പിക്കണേ, വീട്ടിൽ നിന്ന് പഠിപ്പിക്കണേ. പക്ഷെ എന്തുകൊണ്ട് ഇവർ കുറച്ച് പേര് ബാക്കിൽ, കുറച്ച് പേര് നടുക്ക്, കുറച്ച് പേര് ഫ്രണ്ടിലൊക്കെ നിൽക്കണത് പഠിപ്പില്ലേ? ഇതൊക്കെയാണ് കാരണം. ഇതൊക്കെ 5 വയസ്സിന് മുമ്പ് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ആക്കാൻ പറ്റൂല. പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വിടരുത്. ഇത് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് റെഡി ആക്കിയിട്ട് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മളെ കുട്ടിയെ അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ എന്തേലും? Yes, ഈ ma'am. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങള് അവിടെ സ്കൂളിൽ പോയിട്ട് ബമ്പം പഠിക്കും. ഓക്കെ, അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ഇനി അടുത്തെന്ന് പറയുമ്പോ ലെറ്റർ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് എഴുതുന്നല്ല പറയേണ്ടത്. ആദ്യം കുട്ടിക്ക് പെൻസില്, കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വെറുതെ പേപ്പറിൽ നമ്മൾ സ്ക്രിബ്ലിംഗ് ലൈക്ക് ഇങ്ങനെ വരച്ചിടാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കണം. കുട്ടി നന്നായിട്ട് വരക്കണം. വെറുതെയെങ്കിലും കളർ അടിക്കേ, ചിത്രം വരയ്ക്കേ, വെറുതെ ഷെയ്ഡ് ചെയ്യേ, അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, നമ്പർ 1. ഇനി നമ്പർ 2ലേക്ക് വരുന്ന സമയത്ത് കുട്ടിക്ക് സ്റ്റാൻഡിങ് ലൈൻ, പിന്നെന്താ അടുത്ത ലൈൻസ് പറ. സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. സ്ലാന്റിങ് ലൈൻ. അതെന്ന് വെച്ചാല് ലെഫ്റ്റ് സ്ലാന്റിങ് ഉണ്ട്, റൈറ്റ് സ്ലാന്റിങ് ഉണ്ട്. അത് ചെരിഞ്ഞ് പറയാം കേട്ടോ. ഓക്കെ, പിന്നെന്താ സ്ലീപ്പിംഗ് ലൈൻ ഉണ്ട്, കേർവ്സ് ഉണ്ട്. കേർവ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ്. ഇതൊക്കെ നല്ല പ്രോപ്പർ മെത്തേഡിൽ പോയൊരു കുട്ടിക്ക് എന്താ ഈ ഒരു ലെറ്റർ ഫോർമേഷൻ ഓക്കെ ആയിരിക്കും. ഇങ്ങനെ ഇത് നമ്മള് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ, മീൻസ് എന്റെ സാറ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ആള് വന്നിട്ട്, ഞാൻ പെട്ടെന്ന് പറയണേ,
എനിക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോണ്ടിരിക്കണം, ഇങ്ങനെ ഇങ്ങനെ സാറിനെ പറയും, ഞാൻ ഇല്ലെങ്കിൽ ചോദിക്കും അത്ര ഷാനിനെ വിളിച്ചിട്ട് ഒക്കെ എന്ത് പ്രശ്നമുണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ക്ലാസ് ഉറങ്ങും, ഞാൻ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കുനിഷ്ട് ചോദിക്കും. എല്ലാം പൊട്ടത്തരം എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് പൊട്ടത്തരായിരിക്കും. അപ്പൊ ഞാൻ പോയി ചോദിച്ച കാര്യം, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഓക്കെ, ആളെങ്ങനെ എഴുതാന്നറിയോ? നേരെ ബുക്ക് തല തിരിച്ചു പിടിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, നേരെ തല തിരിച്ചു പിടിച്ചിട്ട് എഴുതും. പക്ഷെ നേരെ കാണുന്നവർക്ക് ഓള് കറക്റ്റ് എഴുതിയിട്ടുള്ളത്, പക്ഷെ എല്ലാം തിരിച്ചിട്ട് എഴുതാം. ഏ? എന്നിട്ട് സാറ് പെട്ടെന്ന് ചോദിച്ചു, ആഹാ, എന്നിട്ട് ആ കുട്ടിക്ക് എത്രയായിരുന്നു ക്ലാസ്സിൽ മാർക്ക്? അവൻ പറഞ്ഞു, ഓ ശരിയാ, പഠിക്കൂല, മാർക്കില്ല, എങ്ങനെ തലകുത്തി പഠിച്ചാലും ഓക്ക് മാർക്ക് ഉണ്ടാവില്ല, എങ്ങനെ മാർക്ക് പാസ്സാവൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു കാരണമാണ്. മനസ്സിലായില്ലേ? ഈ കുട്ടിക്ക് അതൊരു കാരണമാണോ? അക്ഷരങ്ങൾ അറിയാം, അതിന്റെ സൗണ്ട്സ് അറിയാം, പക്ഷെ അതിന്റെ ഫോർമേഷൻ തെറ്റുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ? എന്നുവെച്ചേ പൊന്നുവെച്ചേ മോളിൽ ഉപ്പാന്റെ റൂമിലുണ്ടാവും മുത്തേ. ആ ഓക്കെ, നമുക്കെന്നാ വാക്ക് മെത്തേഡ് പഠിക്കാം അല്ലെ ഇന്ന്? ഓക്കെ, വാക്ക് മെത്തേഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പൊതുവേ ഇത് മോണ്ടിസറി കുട്ടികൾക്കാണ് കൊടുക്കുക. ഓക്കെ, ഇന്നിവിടെ എല്ലാരും ഉണ്ടല്ലോ? ഉണ്ടല്ലോ? ഉണ്ടോ? മിക്സഡ് അല്ലേ? Yes. എന്നാ നിങ്ങൾക്ക് കിട്ടലാണ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് അത് കിട്ടലാണ്. നമ്മൾ ചൈൽഡ് സൈക്കോളജി കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ചൈൽഡ് സൈക്കോളജി എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരൂല. ഞങ്ങൾക്ക് തന്നോ? ചൈൽഡ് സൈക്കോളജി ടീംസിന് തന്നോ ഇത് വർക്ക് മെത്തേഡ്? No. പറഞ്ഞിരുന്നു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ വിഷ്വൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ള് കിനസ്തെറ്റിക് പറഞ്ഞില്ല. നമ്മൾ എവിടെ എത്തിയത്? മറ്റേത് സ്കൂൾ ഓർഗനൈസേഷൻ എവിടെ എത്തിയത്? അത് കഴിഞ്ഞു. ഒരാള് പറ. റെക്കോർഡ്സിന്റെ കഴിഞ്ഞു. ഇനി സ്റ്റഡി പ്ലാൻ അല്ലേ നമുക്ക് എടുക്കാനുള്ള? സ്റ്റഡി പ്ലാൻ പുതിയ ചാപ്റ്റർ ആണോ? 3rd ചാപ്റ്റർ ആണോ? അല്ല, ഞാന് എവിടെ മെൻഷൻ ചെയ്ത അതാണ്. ബാക്കിയുള്ളവരൊക്കെയോ? എല്ലാരും ക്ലാസ്സിൽ കറക്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്? No, 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 no. എന്താ? പാരഗ്രാഫിന്റെ ക്യുമുലേറ്റീവ്, അവിടെയാണോ? ശരി, കാരണം ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എക്സാം പറയും. ആദ്യം ഒന്നിനെ പോവാ, ആ പിന്നെ ഇതാക്കിട്ട് ആ രണ്ടെണ്ണം പോട്ടെ, രണ്ടെണ്ണത്ത് പുറത്തേക്ക് വാ. രണ്ടെണ്ണം ആ പിന്നെ ചെയ്തിട്ട് രണ്ടെണ്ണം ഫുള്ള് പുറത്തോട്ട്. കഴിഞ്ഞല്ലേ? കറക്റ്റ്. ഇങ്ങനെ ആ ഏതിലേക്ക് നീ ഇടുന്നത്? ഒരു മിനിറ്റേടാ മക്കളെ. ഫസ്റ്റത്തേക്കല്ലേ ഞാനിങ്ങനെ ഇതാണ്ട ഇവിടത്തേക്ക് ഇടേണ്ടത്. ഓക്കെ, ഫസ്റ്റാ ഈ ഇങ്ങനത്തെ ഈ ഹോൾ ഉണ്ടാ, ഇങ്ങനത്തെ ഹോള്, ഈ ഫസ്റ്റ് ഹോളുകള്, വീടിയുള്ള ഹോളുകള്, അതിലേക്ക് ഇടണ്ട കേട്ടാ. ശരി, എന്തിനെ കുറിച്ചാ പറഞ്ഞ? ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഔട്ട് അതെടുത്തിട്ട് വെക്കും. അതൊക്കെ കഴിഞ്ഞതല്ലേ മാം? ഇൻഡിവിജ്വൽ സ്റ്റഡി ഒക്കെ കഴിഞ്ഞതാണല്ലോ. അതൊക്കെ കഴിഞ്ഞതാണല്ലോ ഇൻഡിവിജ്വൽ സ്റ്റഡി ഒക്കെ. നിങ്ങള് കറക്റ്റ് ലീഡർ എടുക്കൊന്ന് കാണണമല്ലോ. ലീഡർ എവിടെ? ലീഡർ ഇൻഡിവിജ്വൽ സ്റ്റഡി കഴിഞ്ഞു. എനിക്ക് സംശയം മാനർ റെക്കോർഡ് പ്രിപ്പറേഷൻ മാനർ ആണോ? ഓഫ് റെക്കോർഡ് പ്രിപ്പറേഷൻ, അതാണ് Last page റെക്കോർഡുകൾ page number തയ്യാറാക്കുന്ന വിധം. 14 മാനർ ഓഫ് റെക്കോർഡ് പ്രിപ്പറേഷൻ അതാണ് റെക്കോർഡുകൾ എടുക്കാനുള്ളത്. തയ്യാറാക്കുന്ന വിധം, അതാണ്. ഓക്കെ, ശരി. ഫാത്തിമ തസ്നീം അതിന്റെ ഫോട്ടോ ഒന്ന് പെട്ടെന്ന് എനിക്ക് അയച്ചേ. പേടിക്കണ്ട, ഫോട്ടോ ഇല്ല, ബുക്കേ ഇല്ല. വെരി ഗുഡ്. അതിന് അടുത്ത ആരുള്ളത്? എന്റെ വീട്ടിലുള്ള ബുക്ക് കയ്യിലില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. മൂസീന പൊന്നെ ഒന്ന് അയച്ചേടാ, പെട്ടെന്ന് ഫോട്ടോ എടുത്ത് അയച്ചേ. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചേച്ചും വരിക കേട്ടാ. ഓക്കെ, നമ്മുടെ എക്സാം വെക്കണ്ടേ? ഇതിന്റെ ഒന്ന് കഴിയുമ്പോ ഒന്ന് വിചാരിക്കണ്ട, അത് ചൈൽഡ് സൈക്കോളജി, ഇതെന്താ ഇത് സ്കൂൾ ഓർഗനൈസേഷൻ. ചാപ്റ്റർ 2 നോട്ടോ എന്തായിരുന്നു മാം? സെക്കൻഡ് ചാപ്റ്റർ നോട്ട്സ്. അപ്പം സെക്കൻഡ് ചാപ്റ്റർ നോട്ട്സ് നോട്ട് തന്നില്ല. ഇന്ന് തരാം, ഇന്ന് തന്നെ തന്നേക്ക്. ഞാൻ അതിന്റെ പേര് പഠിക്കാണ്ടിരിക്കരുത് എന്റെ മക്കൾ. ഓക്കെ, ശരി. ആരാ ലീഡർ ഒന്ന് ഓർമ്മിപ്പിക്കണേ, ഞാൻ മറക്കും. ഓക്കെ ഫൈൻ. മർജാന എന്താ വീഡിയോ ഓഫ് ആക്കിയിരിക്കുക? മർജാന ലീഡർ അടി കൊടുക്കൂട്ട് ഞാൻ.
മാം ഒരു മിനിറ്റ് ഇപ്പൊ വീഡിയോ ആണ്. അത് കുഞ്ഞ് ഫീഡിങ് ആയിട്ടാണ്. ഓക്കെ, ശരി ശരി ശരി. തമാശ പറഞ്ഞോ എല്ലാം. ഫോട്ടോ ഇട്ടോ. ശരി, അപ്പൊ നമ്മള് എവിടെ എന്ത് പഠിച്ചോ? റെക്കോർഡ്സുകൾ ഓരോന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡ്സ് ഓരോന്നും പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഞാനില്ലേ മൂസിന ഫ്രീ ആണെന്നുണ്ടെങ്കിലേ ആ ഒരു ചാപ്റ്റർ മൊത്തം ഒന്ന് ഫോട്ടോ എടുത്ത് വിടുട്ടാ. ആ ഒറ്റ ചാപ്റ്റർ മൊത്തം ഒന്ന് ഫോട്ടോ, ഞാൻ അതിൽ ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണേ. ശരി, അപ്പൊ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന വിധം എന്താടാ ഇത്? ഞാൻ എങ്ങനെ വായിക്കും? ഒരു സൈഡ് ഇല്ല ഇതിന്. ശരി, തുടക്കമുണ്ട്, ഞാൻ നോക്കട്ടെ. അംഗീകൃതമായ ക്രമം അനുസരിച്ച് ഒരു ചിട്ട രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വളരെ എനിക്ക് കിട്ടണില്ല, കട്ടാണ്, പാതി ഇല്ല. എടാ നല്ല ഭംഗിയായിട്ട് എടുത്തേ, മൊത്തം വരുന്ന രീതിയിൽ. ടെക്സ്റ്റ് ബുക്ക് എവിടെ ഉണ്ട്? പിന്നെ ഞാൻ തന്നെ മുകളിൽ കയറണം, ഭയങ്കര മടിയില്ലാത്ത കുട്ടിയായോണ്ടേ. ഓക്കെ, ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയോ? ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അംഗീകൃതമായ ക്രമം അനുസരിച്ച് ഒരു ചിട്ട രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വളരെ സമയവും പരിശ്രമവും റെക്കോർഡ് തയ്യാറാക്കുന്നതിന് പാഴാക്കേണ്ടി വരും. അതായത് ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്നതിന് ഞാൻ പറഞ്ഞു, ഓരോ റെക്കോർഡ്സിനും ഓരോ മെത്തേഡ്സ് ഉണ്ടാവും. അത് മാത്രല്ല, ഹന്ന ഷെഫീഖിന്റെ അല്ലെ, ഹന്ന ഷെഫീഖിനല്ലേ? ഓക്കെ, ഹന്നന്റെ പേര് പറയാൻ പ്രശ്നമില്ല, ഹസ്ബൻഡിന്റെ പേര് പ്രശ്നമാണ്. ഓക്കെ, അതായത് ആള് ജോലി ചെയ്യുന്ന സ്കൂളില് ഉള്ള ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതിനൊരു മെത്തേഡ് ഉണ്ടാവും, അതിനൊരു റൂൾസ് ഉണ്ടാവും, അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സെയിം ക്യുമുലേറ്റീവ് റെക്കോർഡ് നസ്രീൻ തസ്ലീമ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് എത്തുമ്പോൾ മാറും, അതിന്റെ പാറ്റേൺ ഒക്കെ മാറും. അതായത് ഒരു മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുക ഇതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കണം. മനസ്സിലായോ? ഇതിനെങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം, ഇതിനൊരു റൂൾസ് കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്ന ആ മാനേജ്മെന്റ് ആണ്, ആ സ്കൂളിന്റെ മാനേജ്മെന്റ്. അപ്പോ അതിനൊരു രീതിയുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതനുസരിച്ച് നമ്മൾ അത് പഠിക്കാവുന്ന സമയത്ത് ഞാൻ കിട്ടിയ പോലെ അങ്ങ് എഴുതാന്ന് വിചാരിച്ച് നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തെറ്റും. എന്തായാലും നിങ്ങളുടെ ആ ടൈമും വേസ്റ്റ് ആണ്, എന്തൊക്കെയാ പരിശ്രമവും നിങ്ങളുടെ എഫേർട്ടും അവിടെ വേസ്റ്റ് ആവും. അതുകൊണ്ട് കറക്റ്റ് എങ്ങനെയാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു റെക്കോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തണം. വിവരങ്ങൾ കുമിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. ദിവസേനയുള്ള കാര്യങ്ങൾ അന്നന്ന് എഴുതി സൂക്ഷിച്ചാൽ വിവരങ്ങൾ മറന്നു പോകാനും തെറ്റിപ്പോകാനും ഇടവരില്ല. അതായത് ഈ റെക്കോർഡ്സിൽ വരേണ്ട കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നാളെ ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ് നാളെ അല്ലെ? എല്ലായിടത്തും കൂടി ഒരുമിച്ച് അങ്ങ് എഴുതിയാ പോരെ? ഓക്കെ, പല ഇതുകൊണ്ട് എസ്പെഷ്യലി നമ്മുടെ ഫീസ് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച സാധനമാണ്. ഓക്കെ, അതിൽ എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഒരു കുറവോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഓക്കെ, പറഞ്ഞപ്പോഴേക്ക് നീതുവിനെ കാണാം, അമ്മേ അല്ലെ നീതു? ആദ്യം പോക്കറ്റിലേക്ക് വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ സാലറിന്ന് എടുത്തിട്ട് കൊടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നിനും നിർത്തിയാണ് വെച്ച് മീൻസ് കുമിഞ്ഞു കൂടാൻ അനുവദിക്കരുത്. അപ്പൊ നിങ്ങൾ എന്താക്കുക, വേഗം സ്പോട്ടിൽ അങ്ങ് എഴുതിയിടുക. എന്താ നഷ്ടപ്പെടേണ്ട അല്ലെ? അപ്പൊ എഴുതിയിടുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകം എന്ന് വെച്ചാൽ മറന്നു പോവില്ല, എല്ലാം കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും എന്നുള്ളതാ. അടുത്തത്, കുട്ടികളുടെ വളർച്ച രേഖപ്പെടുത്തുന്ന തരത്തിൽ റെക്കോർഡുകൾ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. അതായത് ഓരോ ഇതിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ സ്വഭാവ വിശേഷങ്ങൾ, താല്പര്യങ്ങൾ, ഭക്ഷണ രീതി, ഉറക്കം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ആരോഗ്യ റെക്കോർഡ്, വൈദ്യ പരിശോധന, പൊക്കം, തൂക്കം, ഹാജരാകുന്നതിന്റെ രേഖ, അധ്യാപകരുടെ അഭിപ്രായം എന്നിവ രേഖപ്പെടുത്തുന്നു. മൊത്തത്തിൽ പറഞ്ഞതാണ് റെക്കോർഡ്സിനെ കൊണ്ട്. ഓക്കെ, അടുത്തത്, കുട്ടിയുടെ പൊതുവായ താല്പര്യങ്ങൾ, എത്ര പൊക്കം കൂടി, എത്ര തൂക്കം കൂടി, പ്രവർത്തനങ്ങൾ ഏതെല്ലാം, വ്യക്തിപരമായ ശുചിത്വം, വികാരപരമായ വളർച്ച, കളിക്കാൻ ഇഷ്ടമുള്ള കളിക്കോപ്പുകൾ, കൂട്ടുകാരും സംസാരിക്കാനുള്ള കഴിവ്,
പദസ്വാധീനത, സ്കൂളിനോട് എങ്ങനെ ഇണങ്ങിപ്പോകുന്നു, ബാലവാടി പരിപാടികളിലൂടെ സഹകരണം, പ്രത്യേകമായ കഴിവുകളും താല്പര്യങ്ങളും എന്നിവയും കുട്ടിയെ സംബന്ധിച്ച റെക്കോർഡിൽ രേഖപ്പെടുത്തുന്ന. അതായത് കുട്ടികൾക്കായിട്ട് ഒരു റെക്കോർഡ് ഉണ്ടാവും, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. അങ്ങനെ ഒരു റെക്കോർഡ് പ്രത്യേകം ഉണ്ടാവും, ഓരോ കുട്ടികൾക്കും ഉണ്ടാകും. അതെല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല. ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ മാറ്റങ്ങൾ അതിൽ രേഖപ്പെടുത്താനുണ്ട്. പിന്നെ പറയുന്നത് എന്തൊക്കെ കുട്ടികളുടെ പല കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെന്താ ഇവിടെ പിന്നെ വ്യക്തിപരമായ ശുചിത്വം, വൈകാരികമായ വളർച്ച, കളിക്കാൻ ഇഷ്ടമുള്ള കളിക്കോപ്പുകൾ, കൂട്ടുകാരുടെ സമയം, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ വെറുതെ നോക്കി കണ്ടാൽ മതിയോ? ഒരു കീൻ ഒബ്സർവേഷൻ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും വേണം. ഒരു കുട്ടിയുടെ റെക്കോർഡ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിയുടെ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ടീച്ചർ അത്രയും ഈ കുട്ടിയെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പിന്നെന്താ, ഇത്രയും ചെയ്യണമെങ്കിൽ ബാലവാടി വിദ്യാഭ്യാസ ക്ഷമയോടെ ഓരോ കുട്ടിയെയും സസൂക്ഷ്മം നിരീക്ഷിക്കണം. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് കേട്ടാ. ഓക്കെ, കുട്ടികളുടെ കഴിവുകളെ പറ്റി ബാലസേവക ഇടയ്ക്കിടെ, ഇത് ജസ്റ്റ് വായിച്ചു പോവാനേ ഉള്ളൂ ഈ ഒരു പോർഷൻ കേട്ടോ. കഴിവുകളെ പറ്റി ബാലസേവക ഇടയ്ക്കിടെ വിലയിരുത്തണം. കുട്ടികൾക്ക് ഇതൊരു കൺക്ലൂഷൻ ആണ്. കുട്ടികൾക്ക് തനിയെ ആശയം പ്രകടിപ്പിക്കാൻ കഴിവുണ്ടോ? അവർക്ക് ചുറ്റുപാടുമുള്ള വസ്തുക്കൾ കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചെന്നാണ് കേട്ടോ മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ടോ? ആലോചിക്കുന്നതിനും പ്രശ്നങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുന്നതിനും വിപുലീകരിക്കുവാൻ അവർക്ക് താല്പര്യമുണ്ടോ? പോയോ? ഒരു ലൈൻ വിട്ടല്ലേ. ഓക്കെ, കണ്ടുപിടിക്കുന്നതിനും സാധാരണ സൗഹാർദ്ദത്തോടെ അവർക്ക് കഴിയുന്നുണ്ടോ? ലോകത്തെ പറ്റിയുള്ള അറിവ് വിപുലീകരിക്കാൻ അവർ താല്പര്യമുണ്ടോ? ഇതെല്ലാം വിലയിരുത്തി മാതാപിതാക്കളെയും മാനേജ്മെന്റിനെയും അറിയിക്കേണ്ടതാണ്. ഇത്തരം റെക്കോർഡുകൾ കുട്ടിയുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ മാതാപിതാക്കളെ സഹായിക്കുന്നു. അതായത് ഒരു കുട്ടിക്ക് പ്രശ്ന പരിഹാര ശേഷി, സൗഹൃദത്തോടെ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് കാമായിട്ട് നമുക്ക് പ്രശ്നം എങ്ങനെയും പരിഹരിക്കാം. ഒന്നെന്താ, കൊളാപ്ലിക്കേഷൻ ആയിട്ട് പരിഹരിക്കാം, അല്ല അടിച്ചു പിരിഞ്ഞ് സോൾവ് ആക്കാം. അല്ലാതെ സൗഹാർദ്ദപരമായിട്ട് എന്ന് പറയുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിലൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഈ കുട്ടിക്ക് ഉണ്ടോ? അതുപോലെ മറ്റു കുട്ടികളായിട്ട് ഇടവഴി കളിക്കുന്നുണ്ടോ? അതുപോലെ ചില കുട്ടികൾക്ക് ഉണ്ടല്ലോ, ഒരു സാധനം കിട്ടിയാൽ എന്താന്ന് വരെ മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ, ടച്ച് ചെയ്താലും കണ്ടാലും നോക്കിയാലും മണത്താലും ഒന്നും എന്താ മനസ്സിലാത്ത കുട്ടികളൊക്കെ ഉണ്ട്. ആ കാറ്റഗറിയിലായിട്ട് വരുന്ന കുട്ടിയാണോ ഇത്? നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ കുട്ടികളുണ്ടോ? മറ്റു കുട്ടികളായിട്ട് ഇടപെടാതിരിക്കോ? കുട്ടികൾ ഉണ്ടാകും. നിങ്ങൾ തന്നെ സ്കൂളിൽ പോയി നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. 4 കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന ഒരു കുട്ടി മാത്രം വേറെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് കൊടുത്താൽ ആ കുട്ടിക്ക് ഒരു താല്പര്യം. അങ്ങനത്തെ പല ടൈപ്സ് ഓഫ് കുട്ടികൾ നിങ്ങൾ കാണാനിരിക്കുന്നുണ്ട്. ഓക്കെ, അഥവാ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ അറിയിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്? മാനേജ്മെന്റിനെയോ ആ കുട്ടിയുടെ കുടുംബത്തെ നമുക്ക് അറിയിക്കാം. അതിനൊക്കെ നമുക്ക് എന്ത് ഹെൽപ്പ് ആകും? ഈ റെക്കോർഡ്സ് നമുക്ക് ഹെൽപ്പ് ആകുന്നുണ്ട്. മാത്രമല്ല മുന്നോട്ട് ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ ഭാവി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് നമ്മൾ ഇത് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, കുട്ടിയുടെ കഴിവ്, കുട്ടിക്ക് ഏതിലാണോ ടേസ്റ്റ്, മീൻസ് ഏതിലാണോ ഒരു അഭിരുചി, ഏതിലാണോ എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയുടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ആർക്ക് മനസ്സിലാവും? പാരന്റിനും ടീച്ചർക്കും ഒരു ഐഡിയ ഉണ്ടാവും. ഇതാണ് ഒരു കുട്ടിയെ കൊണ്ടുള്ള റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിക്കാൻ മെയിൻലി പറയാനുള്ളത് കുമിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരും. ഓക്കെ, 5 മാർക്കിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഹൗ ടു പ്രിപ്പയർ എ റെക്കോർഡ്. ഓക്കെ, ഫുൾ ചാപ്റ്റർ അയക്കാൻ പറയാച്ചിണ്ടായില്ല. ഓക്കെ, കുഴപ്പമില്ല. എനിവേ ഞാൻ പറഞ്ഞുതരാം. ഇതില് നമ്മുടെ സ്കൂൾ ഓർഗനൈസേഷനിൽ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ അയച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതൊരു സഹകരണമാണ്. മാഷാ അല്ലാഹ് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അതായത് ഇവിടെ ഇതിലിപ്പോ 1 2 3 4 5 6 പേര് വീഡിയോ ഓഫ് ആണ് കേട്ടാ. ഓക്കെ, ഇനി മുതൽ വീഡിയോ ഓഫ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എനിക്ക് വാട്സപ്പില് അറിയിക്കുക എന്താണ് റീസൺ എന്നുള്ളത്. കാരണം ഞാൻ നിങ്ങളെ എങ്ങനെ കണ്ണടച്ച് വിട്ടിട്ട് നിങ്ങൾ പോയിട്ട് ഓക്കെ, എല്ലാരും നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് എല്ലാരും, അല്ലെങ്കിൽ എനിക്ക് നിർബന്ധമാണ് ശരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിയല്ലേ, ഉച്ചക്കാണെങ്കിൽ നിങ്ങൾ ഒരാളെ ഞാൻ വീഡിയോ ഓഫ് ആക്കാൻ വിടൂല.
രാത്രിയൊക്കെ ആവുമ്പോൾ പലർക്കും പല കാരണങ്ങൾ ഉണ്ടാകാം അല്ലെ? അതൊക്കെ കൊണ്ടാണ്. എനിവേ എല്ലാ ക്ലാസ്സിലും എല്ലാവരും വീഡിയോ നിർബന്ധമായിട്ട് ഓൺ ചെയ്തിട്ടിരിക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് സ്കൂൾ ഓർഗനൈസേഷനിൽ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഹൗ ടു വാട്ട് ഈസ് റെക്കോർഡ്, എന്താണ് റെക്കോർഡ് എന്ന് ചോദിക്കും. അതിന് 1-2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. The collection of official office documents are called dash. എനിക്ക് മാത്രമേ ഉള്ളൂ. ദാ. സ്റ്റക്ക് ആവുന്നുണ്ടോ? എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞൂടാ. ഉണ്ടോ? എനിക്ക് ഇവിടെ സ്റ്റക്ക് ആവുന്നു. ഇപ്പൊ സ്റ്റക്കായി കിടക്കാണ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, ശരി. അതായത് the collection of official office documents are called റെക്കോർഡ്. very good. What is progress report? മാം വീണ്ടും സ്റ്റക്കാണ്. ആണല്ലോ മാം, ക്ലിയർ അറിയോ ആവുന്നില്ല. എന്താണ് പ്രോഗ്രസ് റിപ്പോർട്ട്? കുട്ടികളുടെ പഠനം. ഓക്കെ, വെറും റിപ്പോർട്ട് അത് നിങ്ങൾക്ക് ഡൗട്ട് വരും. വാട്ട് ക്വസ്റ്റ്യൻ, അതിന് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതേ സമയത്ത് വാട്ട് ഈസ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? എന്താ കൊടുക്കണ്ടേ? സ്റ്റക്ക് ആണോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഞാൻ സ്റ്റക്ക് ആക്കി നിർത്തുന്നത്, ഗ്യാപ്പ് ഇടുന്നില്ല, നെറ്റ്വർക്ക് കണക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ അതുപോലെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ 5 ടൈപ്സ് അല്ല, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് എന്തായാലും നിങ്ങളടുത്ത് ചോദിക്കും. 5 തരം റെക്കോർഡ്സുകൾ, തരംതിരിവുകൾ അല്ലെ, റെക്കോർഡ്സുകളുടെ 5 തരംതിരിവുകൾ നിങ്ങളടുത്ത് ചോദിക്കും. ഓക്കെ, അത് നിർബന്ധമായിട്ട് പഠിക്കണം. അത് ഞാൻ നിങ്ങളടുത്ത് കോളം ചെയ്ത് വരക്കാൻ സെറ്റ് ആക്കാൻ പറഞ്ഞില്ലേ, അങ്ങനെയല്ല എഴുതണ്ടത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, അതുപോലെയാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് what are the records, which are the records പ്രസിദ്ധീകരിക്കേണ്ട റെക്കോർഡുകൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് വരുന്ന എസ് എ ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇവിടുന്നാണ് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 15 മാർക്ക് പുഷ്പം പോലെ വാങ്ങാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവരുത്. അതായത് ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് ചോദിക്കുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ചോദിക്കുന്നു, അതുപോലെ പ്രിസർവ്ഡ് റെക്കോർഡ്സ് ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതൊക്കെ എഴുതണം? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. ടൈപ്സ്, ഈ ക്ലാസിഫിക്കേഷനും ടൈപ്സും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ടൈപ്സ് ഓഫ് റെക്കോർഡ് മറ്റേ വാരിയസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ഏതൊക്കെയാ? ക്യുമുലേറ്റീവ്, നറേറ്റീവ്, അതൊക്കെ പഠിച്ചില്ല. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനിയിപ്പോ പ്രിസർവ്ഡ് വന്നാൽ ഉറപ്പിച്ചോ 13 എണ്ണമാണ്. ഈ 13 എണ്ണമാണ് പ്രിസർവ്ഡ് റെക്കോർഡ്സ്. ഇനി ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും 5 എണ്ണമാണ്. അതേ സമയത്ത് ക്ലാസിഫിക്കേഷൻ ചോദിച്ചില്ല, വെറും ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് മാത്രം നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 എണ്ണമാണ് എഴുതേണ്ടത് കേട്ടോ. രണ്ടും വരുന്ന സമയത്ത് ആണ് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അത് ഞാൻ ചേഞ്ച് ആക്കി തരുന്നത്. അങ്ങനെ വരൂലേ നിങ്ങൾക്ക്? അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഉണ്ടാവുമല്ലോ എന്തായാലും എക്സാമിന്. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്തു തരും. അവരറിയാണ്ട് കേട്ടോ, ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് ഡൗട്ട് വരാത്ത രീതിയിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരും. ഓക്കെ, ദെൻ ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു സംഭവം, കുറച്ച് ഈ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് സ്കൂൾ കലണ്ടർ, റോൾ ഓഫ് സ്കൂൾ കലണ്ടർ എന്തായാലും വരും. ഒരു 98% ഉറപ്പാണ് റോൾ ഓഫ് സ്കൂൾ കലണ്ടർ 5 മാർക്കിന് വന്നേക്കാം. ഓക്കെ, അടുത്തത് ഇൻഡിവിജ്വൽ സ്റ്റഡി ഉറപ്പായിട്ട് വരും, 5 മാർക്കിന് വന്നിരിക്കും. ഓക്കെ, ഇൻഡിവിജ്വൽ സ്റ്റഡി വന്നിരിക്കും. പിന്നെ ഈ 5 ക്ലാസിഫിക്കേഷനിൽ സെപ്പറേറ്റ് ആയിട്ട് മീൻസ് എന്താണ് നമ്മുടെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു. ഒന്നുകൂടെ പറയോ? എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ലാസ്റ്റ് ഏതായിരുന്നു പറഞ്ഞേ?
ഇൻഡിവിജ്വൽ സ്റ്റഡി. study. ഇൻഡിവിജ്വൽ സ്റ്റഡി വ്യക്തി പഠനം കേട്ടാ. ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് വന്നേക്കാം, ഇൻഡിവിജ്വൽ സ്റ്റഡി വന്നേക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണേ. അതിന് 5 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് അഡ്മിഷൻ വരും, അറ്റൻഡൻസ് വരും, പിന്നെ ലോഗ് ബുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. ലോഗ് ബുക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതായിരുന്നു ഞാൻ ഓർത്ത് നോക്കട്ടെ. ക്യൂമുലേറ്റീവ് നറേറ്റീവ്. അത് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ പേര് മറിച്ചിട്ടുണ്ട്. അതായത് ക്യൂമുലേറ്റീവും നറേറ്റീവും ഉറപ്പായിട്ട് വരും. അതിന്റെ ഡിഫറൻസസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അത് രണ്ടും എഴുതി കൊടുത്താൽ മതി. ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും അത് എഴുതി കൊടുത്താൽ മതി കേട്ടാ. പിന്നെന്താണ് ബാക്കിയൊക്കെ ഒരു നോർമൽ. അതൊക്കെ നമ്മുടെ 15 മാർക്കിലേക്ക് ഇൻക്ലൂഡ് ആകും. ജന്നു കഴിഞ്ഞ ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? Yes, ma'am. യെസ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് വരാം. പിന്നെ ഹൗ ടു പ്രിപ്പയർ എ റെക്കോർഡ്. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക കേട്ടാ. ക്ലിയർ അല്ലേ? ഓക്കെ ഉറക്കത്ത് ചോദിച്ചാൽ കിട്ടണം വാട്ട് ഈസ് റെക്കോർഡ് എന്നുള്ളത്. ഔദ്യോഗിക രേഖകളുടെ ഒരു ശേഖരണത്തെയാണ് അല്ലേ ഇതെന്ന് പറയണത്. റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ലേണിംഗ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ആർ കോൾഡ് റിപ്പോർട്ട്സ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. എപ്പൊ ചോദിച്ചാലും പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ക്വസ്റ്റ്യൻ ചാലഞ്ച് കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞോ? First chapter കഴിഞ്ഞതാ. Second chapter നടത്തിട്ടില്ല. ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിന്റെ നോട്ട്സ് ആണ്. മക്കളെ ക്വസ്റ്റ്യൻ ചാലഞ്ച് നിങ്ങൾക്ക് ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ക്വസ്റ്റ്യൻ ചാലഞ്ച് First chapter കഴിഞ്ഞതാ. ചാപ്റ്റർ കഴിഞ്ഞു. First chapter കഴിഞ്ഞു. Second ആരാ chapter winner ചെയ്തിട്ടില്ല. ആരാ വിന്നറായത്? ഞാനും നീതും. നീതു. ഓക്കെ, അതായത് ഗ്രൂപ്പിൽ നമ്മള് മത്സരം നടത്തിയായിരുന്നു അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? ഓക്കെ, എനിക്ക് ആകെ ഞാൻ എനിക്കെന്തോ വയസ്സായി പഠിച്ചോനെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. പുതിയ 2 ബാച്ച് കൂടി വന്നപ്പോഴേ എനിക്ക് ആകെ ആയിപ്പോയി. അപ്പൊ ശരി. അപ്പോ ഈ ലീഡർ എന്നെ എന്താ പറയാ നല്ലോണം ഹെൽപ്പ് ചെയ്യാതെ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ് പോവാട്ടോ. അതുകൊണ്ട് ലീഡർ കറക്റ്റ് എനിക്ക് പറഞ്ഞു നമ്മൾ എവിടെ എത്തി, ഇനി എവിടുന്ന് തുടങ്ങണം, ലാസ്റ്റ് തന്ന വർക്ക് എന്താണ്, നെക്സ്റ്റ് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിക്കോ, ഇത് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരണം. റെഡി ആണോ? ഓക്കെ മാം. ലീഡർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് വാങ്ങിക്കാം. മൂസ് ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ ഫസ്റ്റ് എത്തുന്ന ആളാ. ഓളൊക്കെ ഹെൽപ്പ് വാങ്ങിക്കോട്ടാ. ഓക്കെ, അതുപോലെ തസ്മി, ഹന്ന, ഷഫീഖ്, എല്ലാരും, നസ്രീൻ, കുറെ ആൾക്കാരുണ്ട്. ഡെയിലി കയറുന്ന ആൾക്കാരെ ഹെൽപ്പൊക്കെ ഡെയിലി കയറുന്ന ആൾക്കാരുടെ ദേ വാങ്ങാൻ പറ്റുള്ളൂ. ഇന്നുണ്ട് നാളെ ഇല്ല എന്ന് പറയുന്ന ടീംസിനെ നമുക്ക് മൈൻഡ് ഗൈസ്. ഓക്കെ, അപ്പോ ശരി, ക്ലാസ് സ്കിപ്പ് ചെയ്യരുത്. ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനെ കുറെ ബോണസ് പോയിന്റ്സ് തരും. അതായത് ആസ് എ ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് പോയാൽ പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വായിച്ചിട്ടോ റെക്കോർഡ്സ് എടുത്ത് നോക്കിയിട്ടോ കാര്യമില്ല. ഓക്കെ, anyway, Okay, all the best. Good night all. Bye bye. താങ്ക് യു. താങ്ക് യു മാം. Nice, ma'am.